അർജുൻ എന്ന മലയാളി മണ്ണിനടിയിലായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും അതിനെ സംബന്ധിച്ച് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഉദാസീനതയിൽ നിന്നും സതീശൻ കവളപ്പാറയിലെത്തി. എങ്ങനെയും വെള്ളപൂശണമല്ലോ, ഞങ്ങളുടെ DK വലിയ സംഭവമാണെന്ന് പറഞ്ഞതിന് ശേഷം ഒടുവിൽ വിമർശനം കൊണ്ട് 5-6 ദിവസം ഒന്ന് അനങ്ങി 2 JCBയിൽ നിന്നും 4-5 JCBയും ആർമിയും നേവിയും അത്യാധുനിക സാങ്കേതിക വിദ്യയെല്ലാം എത്തിച്ചതിന് ശേഷം ഇനിയിപ്പോൾ കവളപ്പാറയെ പിടിച്ച് നമുക്ക് ന്യായീകരിക്കുക. വെള്ളപൂശലിന് ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനൽ കൂടി രംഗത്ത് വന്നപ്പോൾ അവരെ കൂടി പിന്തുണയോടുകൂടി ഇന്നിപ്പോൾ കേരളവുമായി താരതമ്യം ചെയ്യുകയാണ്. ഉദാസീനതയില്ല, ഉണർന്ന് പ്രവർത്തിക്കലാണെന്ന് ആദ്യഘട്ടം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സതീശൻ ഇന്നിപ്പോൾ ആ വിഷയത്തെ കവളപ്പാറയുമായി ചേർത്ത് വെച്ചിട്ട് പറയുകയാണ്, എനിക്കിനി ചില കാര്യങ്ങൾ പറയാനുണ്ടത്രേ. നിങ്ങളിത് എന്തൊരു മര്യാദകേടാണ് അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത സ്ഥലങ്ങളുണ്ട്, കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. എവിടെയെല്ലാം ഉണ്ട്. ഏറ്റവും അവസാനം 2018 കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാണ്ട് കേരളത്തിൽ. ഇതൊക്കെ മറന്നുപോയി. ഒരു മലയാളിയോട് സതീശൻ എന്ന വ്യക്തിക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ടെന്ന് ഇതിൽ നിന്ന് തെളിയിക്കുകയാണ്. കാര്യം, വീഴ്ചയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു അനുമാനം തെറ്റിയതിനെ പിടിച്ചും, അതായത് കരയിലുണ്ട് എന്ന് GPS സിഗ്നൽ വെച്ച് അനുമാനിക്കുകയും എന്നാൽ അത് തൊട്ടടുത്ത് തന്നെ ഒഴുകി പുഴയിലേക്ക് നിരങ്ങി ഇറങ്ങി കിടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അനുമാനം തെറ്റിച്ചത്. അത് മുൻനിർത്തി ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പിടിച്ച് കയറാം. അതിനുവേണ്ടിയാണ് മറന്നുപോയല്ലേ കവളപ്പാറയൊക്കെ. കവളപ്പാറയിലൊക്കെ 24 മണിക്കൂറും രക്ഷാപ്രവർത്തനം നടത്തി. അവിടെ നദിയിലൊന്നും ഒലിച്ചു പോയിട്ടില്ലായിരുന്നു. വലിയ മല ഒരു പള്ളിക്കും ഒരു വീടിനും മുകളിലേക്ക് അങ്ങ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ മുഴുവൻ ഉപയോഗിച്ചു. ബന്ധുക്കൾക്കുൾപ്പെടെ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി കേരളത്തിലെ പൗരാവലിയും സന്നദ്ധ സേവകരും ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ചെയ്തു. ഇവിടെയോ ഇന്നിപ്പോൾ 10ാം ദിവസമാണ് ബൂം എക്സ്കലേറ്റർ എത്തുന്നത്. ഇത്രയും ദിവസം ഇത് കിട്ടില്ലായിരുന്നു. ആ വിഷയത്തിൽ സതീശന്റെ മറുപടിയാണ് വിചിത്രം. എക്യുപ്മെന്റ്സ് കൊണ്ടുപോണ്ടേ, കനത്ത മഴയല്ലേ, ഈ കുറേ പേര് മണ്ണിനടിയിലായി അല്ലേ, അവരെ രക്ഷിക്കാൻ പോകുന്ന ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണോ? അപ്പോൾ വലിയ പോസിബിലിറ്റി, ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് കവളപ്പാറയിൽ 10 ദിവസം കഴിഞ്ഞ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ആളെ കിട്ടിയിട്ടില്ലേ? അപ്പോൾ ഒരു പ്രോസസ്സാണ്. അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു കർണാടകത്തിന് എതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അർജുൻ്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു, പറയാതെ വിടാൻ പറ്റില്ല. സർക്കാരിനെ കുറ്റം പറയുന്നതോ രക്ഷാപ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്നതോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിന്റെ ആത്മവീര്യം കെടുത്തുന്ന പ്രതികരണവുമല്ല. ഇത് ഒരു ആശങ്കയാണ്. അപകടത്തിൽപ്പെട്ടപ്പോൾ വ്യക്തി ജീവനോടെ ഉണ്ട് എന്ന രീതിയിൽ ലഭിച്ച ചില സൈനുകളാണ്. അത് മിസ്ഡ് കോളാണ്, അത് GPS ആണ്, വാഹനം ഓണാണ് എന്നുള്ള തെളിവുകളാണ്. അതെല്ലാം വെച്ചിട്ട് എങ്ങനെയായിരുന്നു പരിശോധന? അവിടെ പോയി നിന്ന ഒരു മാധ്യമ പ്രവർത്തകരും പറയില്ല ഇത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും അത്യാധുനിക മാതൃകയായിരുന്നുവെന്ന്. പിന്നെ ഏഷ്യൻ പെയിൻറ്റുമായിട്ട് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ് പൊലിപ്പിച്ച് വച്ചേക്കുന്ന DKയെ പെയിൻ്റ് അടിച്ചെടുക്കണം. അതിനപ്പുറത്തേക്ക് മറ്റു ഉദ്ദേശമൊന്നുമില്ല. ഒരു മലയാളി പോയെങ്കിൽ പോട്ടെ, ആ അപകടത്തെ കൈകാര്യം ചെയ്ത രീതി കണ്ടിട്ട് മുഴുവൻ പേർക്കും അസംതൃപ്തി ഉണ്ടായെങ്കിൽ അതിനെ സംബന്ധിച്ച് സതീശൻ ഇനി എന്ത് ഡയലോഗ് കീഴ്ച്ചിയാലും സതീശനും ആ ഗംഗാ വാലി പുഴയോരത്ത് കണ്ട അനാസ്ഥയുടെ ന്യായീകരണക്കാരനായിട്ട് കാണാനേ ഈ നാടിന് താല്പര്യമുള്ളൂ. അതുകൊണ്ട് വലിയ ഗീർവാണ ഡയലോഗൊന്നും വേണ്ട. എന്തെങ്കിലും ചെയ്ത പ്രവർത്തനത്തിൽ നടപടി ഉണ്ടായിട്ട് വർത്തമാനം പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാം. അല്ലാതെ ഈ നടത്തുന്ന വാചകമടിയാണ് മര്യാദ കേടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചറിയിക്കുകയാണ്.